നമസ്കാരം. യുദ്ധത്തിന്റെ പോയാൽ വർഷങ്ങളായി തകർച്ചയുടെ പടുകുഴിയിൽ വീണ ഒരു ദേശത്തിന്റെ ആകാശത്ത് ഇന്ന് പുതിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം തെളിയുകയാണ്. ഉപരോധങ്ങളുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും നീണ്ട ഇടനാഴികളിലൂടെ സഞ്ചരിച്ച ഇറാൻ ഇപ്പോൾ ചരിത്രത്തിലെ മറ്റൊരു വഴിത്തിരിവിന്റെ കവാടത്ത് നിൽക്കുകയാണ്. മധ്യപൂർവ്വ ദേശത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പലപ്പോഴും വിവാദങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും കേന്ദ്ര ബിന്ദുവായി മാറിയിരുന്ന ഇറാനെ ആഗോള നിക്ഷേപ ഭൂപടത്തിലെ പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാനുള്ള വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ ധാരണകളുടെ പശ്ചാത്തലത്തിൽ വിദേശ നിക്ഷേപത്തിന്റെ വാതിലുകൾ വിശാലമായി തുറക്കാൻ ലക്ഷ്യമിട്ട് $300 ബില്യൺ, അതായത് ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപ ഫണ്ട് രൂപീകരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാനിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായാണ് $300 ബില്യൺ കൂറ്റൻ സ്വകാര്യ ഫണ്ട് രൂപീകരിക്കുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. തുകയുടെ പകുതിയിലധികം ഇതിനകം വിവിധ ആഗോള കമ്പനികൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞതായും കരാറുമായി അടുത്ത വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തിയെന്നും വാർത്തകളുണ്ട്. വരുന്ന വെള്ളിയാഴ്ച അമേരിക്കയും ഇറാനും കരാറിൽ ഒപ്പുവെക്കാൻ ഇരിക്കെയാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അന്തിമ സമാധാന കരാറിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായ ഒരു പ്രോത്സാഹനം നൽകുക എന്നതാണ് ഫണ്ടിന്റെ ലക്ഷ്യം. യുദ്ധക്കെടുതികൾക്കുള്ള നഷ്ടപരിഹാരമോ പുനർനിർമ്മാണത്തിനുള്ള സർക്കാർ ഗ്രാന്റോ അല്ല പദ്ധതി, മറിച്ച് ഇത് പൂർണ്ണമായും ഒരു സ്വകാര്യ നിക്ഷേപ സംവിധാനമാണ്. US, ഗൾഫ് രാജ്യങ്ങൾ, ഏഷ്യ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പ്രമുഖ കമ്പനികൾ പദ്ധതിയിൽ പങ്കാളികളാകും. ഊർജം, ലോജിസ്റ്റിക്സ്, നിർമ്മാണം, ഗതാഗതം എന്നീ മേഖലകളിലാണ് നിക്ഷേപം വരുന്നത്. യുദ്ധത്തിൽ തകർന്ന മൊബാറക്കെ സ്റ്റീൽ കോംപ്ലക്സ്, റിഫൈനറികൾ, വിമാനത്താവളങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പുനരുദ്ധാരണത്തിനായി വായ്പകൾ ഉറപ്പാക്കിയും ക്രെഡിറ്റ് ലൈനുകൾ സ്ഥാപിച്ചും പ്രാദേശിക രാജ്യങ്ങളും ഇതിൽ പങ്കാളികളാകും. ദക്ഷിണ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ, US തുടങ്ങിയ രാജ്യങ്ങളിലെ കമ്പനികൾ ഇതിനകം നിക്ഷേപ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചത്. വെള്ളിയാഴ്ച ഒപ്പുവെക്കുന്ന ധാരണാപത്രം അടുത്ത 60 ദിവസത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ചട്ടക്കൂട് മാത്രമാണ്. അന്തിമ കരാർ ഒപ്പിട്ടതിനു ശേഷം മാത്രമേ ഫണ്ട് ഔദ്യോഗികമായി നിലവിൽ വരികയും പ്രവർത്തനക്ഷമമാവുകയും ചെയ്യൂ. ഈ 60 ദിവസത്തിനുള്ളിൽ ഫണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ ഇറാനിയൻ അധികൃതരുമായും നിക്ഷേപകരുമായും ചേർന്ന് പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കും. ഒരു കാലത്ത് ഉപരോധങ്ങളുടെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന സമ്പദ് വ്യവസ്ഥയെ ആഗോള മൂലധനത്തിന്റെ ഒഴുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണിത്. എണ്ണപ്പാടങ്ങൾക്കപ്പുറം സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, ഊർജ്ജ മേഖല, വ്യവസായവൽക്കരണം, നവീന ഗവേഷണം തുടങ്ങിയ നിരവധി മേഖലകളിലേക്ക് പുതിയ നിക്ഷേപത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് വെറുമൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല, ഇറാന്റെ ഭാവിയിലേക്കുള്ള ഒരു വിശ്വാസ വോട്ടുകൂടിയാണ്. വർഷങ്ങളായി അകന്നു നിന്നിരുന്ന ആഗോള മൂലധനം വീണ്ടും ടെഹ്റാനിലേക്കുള്ള വഴി തേടുകയാണോ എന്ന ചോദ്യവും ഇതോടെ ഉയരുന്നു. ഈ നീക്കം വിജയത്തിലെത്തുകയാണെങ്കിൽ ഇത് ഇറാന്റെ സാമ്പത്തിക പുനരുജ്ജീവനത്തിന്റെ മാത്രമല്ല, മുഴുവൻ മധ്യപൂർവ്വ ദേശത്തിന്റെയും സാമ്പത്തിക രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും പുതിയ ദിശാബോധം നൽകാനിടയാക്കും. ശത്രുതയുടെ ഭാഷയിൽ നിന്ന് സഹകരണത്തിന്റെ ഭാഷയിലേക്കുള്ള മാറ്റം, യുദ്ധത്തിന്റെ നിഴലിൽ നിന്ന് വികസനത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള യാത്ര.